നമസ്കാരം. ഇന്ന് 2026 ജാനുവരി 17 ശനിയാഴ്ച. മലയാള മനോരമ ദിനപത്രത്തിൽ നിന്നും പ്രധാന വാർത്ത വായിക്കുന്നത് ഷഹീൻ എസ്. ശാരദയ്ക്ക് JC ഡാനിയൽ അവാർഡ്. തിരുവനന്തപുരം. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് 5 ലക്ഷം രൂപ നടി ശാരദയ്ക്ക്. 1992 മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നേടുന്ന മലയാളിയല്ലാത്ത ആദ്യ വ്യക്തിയാണ് ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ശാരദ. 1965 മുതൽ കേരളത്തിന് സുപരിചിതയായ ശാരദ 125 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ നേടി. 25-ന് തിരുവനന്തപുരം നിശാഗന്ധിയിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. ഒരു മേൽക്കൂരയുടെ ഉറപ്പിൽ എല്ലാ ദിവസവും ഉറങ്ങാൻ കഴിയുന്ന നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കുറച്ച് മനുഷ്യജീവിതങ്ങൾ 16 വർഷമായി ഒരു പുഴയോരത്ത് വെയിലും മഴയുമേറ്റ് ജനിച്ചു മരിക്കുന്നവർ, 2 ശുചിമുറികളെ ആശ്രയിച്ച് കഴിയുന്ന 130 മനുഷ്യർ, കാണേണ്ടവർ കണ്ണുകൾ പൂട്ടിയടച്ചപ്പോൾ ഒരിക്കലും മുക്തമാകാതെ ഇവരുടെ അതിദാരിദ്ര്യ ജീവിതം തുടരുന്നു. വാർത്തകൾ വിശദമായി. ഇതും കേരളം. കണ്ണൂർ ആറളത്തെ പുഴയോരത്ത് കുടിൽ പോലുമില്ലാത്ത 44 കുടുംബങ്ങളുടെ കഠിന ജീവിതം. പട്ടയത്തിന് 16 വർഷമായി അപേക്ഷിക്കുന്നെങ്കിലും നടപടിയില്ല. 1 വയസ്സുള്ള കുഞ്ഞു മുതൽ 100 വയസ്സുള്ള വെള്ളിച്ചി വരെ 60ഓളം പേർ പുഴയോരത്ത് കുടിലോ ടാർപോളിൻ ഷീറ്റോ പോലുമില്ലാതെ 16 വർഷമായി അന്തിയുറങ്ങുന്നു. രാജവെമ്പാലയും കാട്ടാനയും ഏതു സമയം എത്താവുന്ന സ്ഥലത്ത് കഴിയുന്ന ഇവരും മനുഷ്യരാണ്. പക്ഷേ സർക്കാരിൻ്റെ അതിദാരിദ്ര്യ പട്ടികയിലോ വോട്ടർ പട്ടികയിലോ ഇവരുടെ പേരില്ല. കാരണം ഇവർക്ക് വീടും ഭൂമിയുമില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ ആദിവാസി പുനരധിവാസ മേഖലയെന്ന് പറയുന്ന ആറളത്തെ 13-ാം ബ്ലോക്കിലെ 55-ാം ഭാഗത്തെ വിയറ്റ്നാം പുഴയോരത്താണ് പണിയ വിഭാഗത്തിൽപ്പെട്ട 44 കുടുംബങ്ങൾ കഴിയുന്നത്. പട്ടയം ഉടൻ നൽകാമെന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാക്കിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച് കഴിയുന്ന ഇവരെക്കുറിച്ച് ST പ്രൊമോട്ടർ മുതൽ കളക്ടർ വരെയുള്ളവർക്കറിയാമെങ്കിലും ഒരു നടപടിയുമില്ല. മാസത്തിൽ ഓരോ കുടുംബത്തിനും ലഭിക്കുന്ന 30 കിലോഗ്രാം റേഷനരിയാണ് ഏക ആശ്വാസം. രാത്രിയിൽ വെളിച്ചമായി ടോർച്ചിൻ്റെ വെട്ടം മാത്രം. കിടന്നുറങ്ങുന്നത് പുഴയോരത്ത് പായയും പഴന്തുണിയും വിരിച്ച്. ആറളം ചതിരൂർ 110 കോളനിയിൽ താമസിച്ചിരുന്നവരാണ് അവിടുത്തെ ജീവിതം. ദുരിതമായപ്പോൾ പുനരധിവാസ മേഖലയിൽ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബൽ റീസെറ്റിൽമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് മിഷന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. 2008 മുതൽ ഇവർ അപേക്ഷ നൽകുന്നെങ്കിലും ഒന്നിൽ പോലും നടപടിയില്ല. ഇവർക്ക് ശേഷം അപേക്ഷ നൽകിയ പലർക്കും സ്ഥലം അനുവദിച്ചു. 126 പേർക്ക് പട്ടയം നൽകാൻ ഇപ്പോൾ തീരുമാനമായിട്ടുണ്ടെങ്കിലും അതിലും ഇവരുടെ പേരില്ല. രോഗമേ മാറി നിൽക്കൂ, സിയ മത്സരിക്കും ഓൺലൈനായി. മന്ത്രിയുടെ പ്രത്യേക ഉത്തരവിലൂടെ അനുമതി. എങ്ങനെയാണ് മന്ത്രി സാറിനോട് നന്ദി പറയേണ്ടതെന്നറിയില്ല. ഈ കരുതൽ എനിക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നു. ആ വലിയ മനസ്സിന് മുന്നിൽ നമിക്കുന്നു. വാക്കുകൾ സിയ ഫാത്തിമ. വാർത്തകൾ വിശദമായി. ചരിത്രത്തിലാദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓൺലൈനായൊരു മത്സരാർത്ഥി പങ്കെടുക്കുന്നു. രക്തക്കുഴലുകൾ ചുരുങ്ങുന്ന ഗുരുതര രോഗാവസ്ഥയായ വാസ്കുലൈറ്റിസ് ബാധിച്ച സിയ ഫാത്തിമയ്ക്ക് ഓൺലൈനായി പങ്കെടുക്കാൻ പ്രത്യേക അനുമതി നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. കാസർഗോഡ് പടന്ന VKP KHMM RVHSSലെ വിദ്യാർത്ഥിയാണ് സിയ ഫാത്തിമ. ജില്ലാ കലോത്സവത്തിൽ നേരിട്ട് പങ്കെടുത്ത സിയയ്ക്ക് 4 ആഴ്ച മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. കാസർഗോഡ് നിന്ന് തൃശ്ശൂരെത്തി കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ജീവന് തന്നെ ഭീഷണിയായേക്കാം എന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൻ്റെ വേദന സിയയും സ്കൂൾ അധികൃതരും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് നടപടി. താൻ ക്വാറന്റൈനിലാണെന്നും ഗുരുതരാവസ്ഥയിലാണെന്നും സിയ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ 11-ന് 17-ാം വേദിയായ CMS-HSSൽ അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സിയ പങ്കെടുക്കും. ഭരതനാട്യത്തിൽ 4-ാം തവണ A ഗ്രേഡ് നേടിയ കാസർഗോഡ് കമ്പല്ലൂർ GHSSലെ +1 വിദ്യാർത്ഥി സച്ചു സതീഷിൻ്റെ കുടുംബത്തിൻ്റെ ദുരവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ഇവർക്ക് വീട് നിർമ്മിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.